ഫൊക്കാന കൺവെൻഷൻ്റെ രണ്ടാം ദിനം നല്ല ചർച്ചകളും സെമിനാറുകളും എല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും ജനങ്ങളുടെ എല്ലാം ശ്രദ്ധ ഇലക്ഷനിലായിരുന്നു. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഫൊക്കാനയിലാണേലും ഫോമയിലാണേലും രണ്ടാം ദിനം ഇലക്ഷനിൽ മുങ്ങിപ്പോവും. ഇപ്രാവശ്യം എന്തായാലും ഇലക്ഷൻ റിസൾട്ട് വരാൻ വൈകി. 6 മണി അടുത്തു. അപ്പം അതിൽ ഫിലിപ്പോസ് ഫിലിപ്പ് നേതൃത്വം നൽകുന്ന പാനലിനാണ് പിന്നെ വിജയം നേടാനായത്. അവർ മികച്ച വിജയം നേടി. അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. സംഘടനയെ ഒരു പുതിയ ഘട്ടത്തിലേക്ക്, ഒരു പുതിയ തലത്തിലേക്ക് നയിക്കാൻ അവർക്ക് കഴിയട്ടെ. എല്ലാവരും പറയുന്ന വാഗ്ദാനങ്ങളല്ല, പുതിയ തലത്തിലേക്ക്. എന്തായാലും അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് ന്യൂയോർക്ക് സിറ്റിയുടെ ഹൃദയഭാഗത്ത് ടൈംസ് സ്ക്വയറിലെ മാരിയറ്റിൽ അവിടെ വെച്ച് കൺവെൻഷൻ നടത്താൻ ശ്രമിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അത് നടത്താനായിട്ട് കഴിയട്ടെ. അതൊരു വലിയ കാര്യമാണ്. ആളുകൾക്ക് ഇപ്പോൾ ഇവിടെ പോക്കണോസിൽ ഇത്രയും വലിയ ഒരു അപ്സ്കെയിൽ ഫെസിലിറ്റി നടത്താൻ കഴിയുമെങ്കിൽ നമുക്ക് അവിടെയും നടത്താവുന്നേ ഉള്ളൂ. ഇവിടുത്തെ വില അത്രയൊക്കെ ഉള്ളൂ അവിടെയും, ഈ മാരിയറ്റിൽ, ടൈംസ് സ്ക്വയറിലെ മാരിയറ്റിലും. അപ്പോൾ അങ്ങനെ നടത്താൻ കഴിയട്ടെ. അതൊരു ചരിത്രമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി ഈ സെമിനാറുകളിൽ പ്രധാനമായിട്ടും 2 സെമിനാറുകൾ നടന്നു സാഹിത്യത്തിൻ്റെ. ഒന്ന് KV മോഹൻകുമാർ IAS നേതൃത്വം നൽകിയതും രണ്ടാമത്തേത് TD രാമകൃഷ്ണൻ നേതൃത്വം നൽകിയതും. അപ്പോൾ KV മോഹൻകുമാർ നമ്മുടെ ഭാഷയുടെയും നമ്മുടെ സംസ്കാരത്തിൻ്റെയും പ്രത്യേകതകൾ വിവരിച്ച് വളരെ രസകരമായി തോന്നി. അതായത് നമ്മുടെ ഭാഷയിലുള്ള പലവിധ വാക്കുകളും പാലി ഭാഷയിൽ നിന്നെടുത്താണ് ഒരുവിധപ്പെട്ട വാക്കുകളൊക്കെ. അപ്പോൾ പാലിയുമായിട്ട് നമുക്ക് ബന്ധം വന്നതിൻ്റെ കാര്യം, ഒരു കാലത്ത് ബുദ്ധമതം കേരളത്തിൽ സജീവമായിരുന്നു, ഏതാണ്ട് 10-11 നൂറ്റാണ്ടോളം. പിന്നീട് അവരെ ഇല്ലാതായി തീരുകയാണ് ചെയ്തത്. അപ്പോൾ ആ കാലത്ത് കിട്ടിയ പല വാക്കുകളുമാണ് നമ്മുടെ ഭാഷയിൽ നമ്മൾ സ്വാംശീകരിച്ചത്. അക്കാലത്ത് മൂത്രം എന്നൊരു വാക്ക് തന്നെ ഇല്ലായിരുന്നാണ് പറയുന്നത്. ചെറുനീർ ഒഴിക്കുക എന്നോ മറ്റോ ആയിരുന്നു എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് പിന്നെ മൂത്രം വരുന്നത് സംസ്കൃതത്തിൽ നിന്നാണ് വരുന്നത്. അങ്ങനെ നാനാവിധ ഭാഷകളിൽ നിന്ന് കടം കൊള്ളാൻ നമുക്ക് യാതൊരു മടിയില്ല. എല്ലാ സംസ്കാരത്തെയും എല്ലാ ഭാഷയും ഉൾക്കൊള്ളാൻ നമുക്കൊരു മടിയുമില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നേരത്തെ ഈ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത്, ഈ നമ്മുടെ അക്കങ്ങൾ എഴുതുന്ന 1, 2, 3 അത് ഈ റോമൻ ലെറ്റേഴ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നേരെ മറിച്ച് നമ്മുടെ അക്ഷരങ്ങളുണ്ട്, വടിവത്ത അക്ഷരങ്ങൾ. പക്ഷെ അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇങ്ങനെ നമ്മുടെ ഭാഷയോട് ചില ക്രൂരതകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ചെയ്യുന്ന ആളുകളാണ്. നമുക്കതിന് ഒരു മടിയുമില്ലാത്തവരാണെന്നാണ് രണ്ടുപേരും പറഞ്ഞത്. പക്ഷെ അതേസമയം തന്നെ തമിഴ്നാട്ടിൽ നമ്മൾ മൊബൈൽ ഫോണെന്ന് ഉപയോഗിക്കുന്നു. അവരത് തമിഴ്വൽക്കരിച്ച് കയ്യിൽ വെച്ച് പേശാൻ കഴിയുന്ന യന്ത്രം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഏത് കിട്ടിയാലും അത് തമിഴാക്കി മാറ്റുന്നൊരു സ്ഥിതിയുണ്ട്. അവർ പോലീസ് സ്റ്റേഷൻ എന്നുള്ളത് അവർക്ക് കാവൽ നിലയമാണ്. അങ്ങനെ എല്ലാം തമിഴ്വൽക്കരിക്കുന്ന ഒരു പ്രവണത അവർക്കുണ്ട്. നമുക്കതില്ല. നമ്മളെല്ലാത്തിനെയും സ്വാംശീകരിക്കുന്ന, എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ തയ്യാറായിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേതെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഏതായാലും TD രാമകൃഷ്ണൻ മലയാളത്തിൻ്റെ ഈ 90കളിൽ ഈ മലയാളം നോവൽ മരിച്ചു, അല്ലെങ്കിൽ വായന നശിച്ചു, വായന തീർന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ ചർച്ചകളുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം പല നല്ല പുസ്തകങ്ങളും, ഗംഭീരം പുസ്തകങ്ങൾ ഇറങ്ങി. ബെന്യാമിൻ്റെ ആടുജീവിതം, പിന്നെ KR മീരയുടെ ആരാച്ചാർ, അങ്ങനെ ഒരുപിടി പുസ്തകങ്ങൾ. അവയെല്ലാം വലിയ തോതിൽ വായിക്കപ്പെട്ടു. അപ്പോൾ ആ വായന മരിക്കുകയോ അല്ലെങ്കിൽ പുസ്തകങ്ങൾ മരിക്കുകയോ ചെയ്യുന്നില്ല. അവയെല്ലാം സജീവമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. നല്ല പുസ്തകങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും ജനം വായിക്കുമെന്നാണ് അദ്ദേഹം സമർത്ഥിച്ചത്. ഇതിൻ്റെ ഇടയ്ക്ക് മീഡിയ സെമിനാർ ഉണ്ടായിരുന്നു. അതിൽ പ്രഗത്ഭ മാധ്യമപ്രവർത്തകർ ജോൺ മുണ്ടക്കയം, TP ജെയിംസ് എന്നിവരൊക്കെ ഗംഭീരമായിട്ട് പ്രസംഗിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ അത് ഈ സാഹിത്യ സമ്മേളനം കഴിഞ്ഞ ശേഷമാണ് അത് നടന്നത്. അപ്പോഴത്തേക്ക് ആളുകൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്ന സമയമാണ്. അപ്പം പ്രസംഗവും ഒക്കെ, സെമിനാറൊക്കെ ഗംഭീരമായിട്ട് നടന്നു. പക്ഷേ കേൾക്കാൻ ആളില്ലായിരുന്നു. അപ്പോൾ അത് വലിയ സങ്കടമായിപ്പോയി. ഞങ്ങൾക്കത് കുഴപ്പമില്ല. ഇനി നമുക്ക് അടുത്ത അവസരം കിട്ടുമ്പോൾ അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തുകൊള്ളാം. അപ്പോൾ ഇനി വൈകിട്ട് ഒത്തിരി കാലമായിട്ട് മുടങ്ങിക്കിടന്നിരുന്നതെന്ന് പറയാവുന്ന നമ്മുടെ ചിരിയരങ്ങ്, അത് രാജു മൈലപ്ര തന്നെ നയിക്കുന്നു. നാദിർ ഷായുമുണ്ട് കൂടെ. അപ്പോൾ അത് എന്തുകൊണ്ടും മനോഹരമായിരുന്നു എന്നാണ് കേട്ടവരൊക്കെ പറയുന്നത്. അതിൽ ഈ ചിരിയും ഇതൊക്കെ ആകുമ്പം അല്പസ്വല്പം സർട്ടിഫിക്കറ്റ് വാർത്തകളും കാണുമല്ലോ. അപ്പോൾ പ്രായം ചെന്ന ചില സ്ത്രീകൾക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നും പറയുന്നു. എങ്ങനെയായാലും അത് പൊതുവിൽ നല്ല അഭിപ്രായമാണ് അതിനെപ്പറ്റി പറഞ്ഞത്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ മലയാളി ശ്രീമാൻ മത്സരം, അതായത് പുരുഷന്മാർക്ക് വേണ്ടി ഒരു മത്സരം, മലയാളി മങ്ക മത്സരം, അപ്പം ഇതെല്ലാം നടന്നു. ഇനിയിപ്പം വൈകിട്ട് അമേരിക്ക ഗോട്ട് ടാലൻ്റ് എന്നൊരു പരിപാടിയുണ്ട്. അതായത് വിവിധ റീജിയനുകളിൽ നിന്ന് വരുന്ന ആളുകൾ, കലാകാരന്മാർ അവതരിപ്പിക്കുന്ന വ്യത്യസ്തമായ പരിപാടികൾ. അത് നല്ലൊരു ഐഡിയ ആണെന്ന് എനിക്ക് തോന്നുന്നു. സീറോ മലബാർ കൺവെൻഷനിലും അത് കാണുകയുണ്ടായി.
ഓരോ ഇടവകളിൽ നിന്നും വന്ന ആളുകൾ. അപ്പോൾ അവരവതരിപ്പിക്കുന്ന പാട്ടും ഡാൻസും അല്ല, പാട്ടും ഡാൻസും കേട്ട് കേട്ട് നമ്മളങ്ങ് മടുത്തു പോയതാണ്. മറ്റേ സ്കിറ്റ്, നാടകം, ലഘു നാടകങ്ങൾ, അങ്ങനെയുള്ള ഇന്നവേറ്റീവ് അല്ലെ മിമിക്രി, ഇങ്ങനെയുള്ള ഇന്നവേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഈ പാട്ടും ഡാൻസും പിന്നെ കേട്ടും കണ്ടും മടുത്തു പോയ കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അത് നമ്മുടെ ആളുകൾക്ക് ഒരു അവസരം കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇനിയിപ്പോൾ നാളെയാണ് സമാപന ദിവസം. നാളെ മിസ് ഫൊക്കാനയുണ്ട്. അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള പതിവ് ചടങ്ങുകൾ. പിന്നെ വൈകിട്ട് ചരിത്രം കുറിക്കുന്ന 2 കാര്യങ്ങളാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഗിന്നസ് ബുക്കിലേക്ക് കയറുന്ന, മലയാളിയെ ഗിന്നസ് ബുക്കിലേക്ക് കയറുന്ന 2 കാര്യങ്ങൾ. മോഹിനിയാട്ടം, 1000-ഓളം പേര് പങ്കെടുക്കുന്ന മോഹിനിയാട്ടം, 500-ൽ പരം പേര് പിന്നെ പങ്കെടുക്കുന്ന ചെണ്ടവാദ്യം. അപ്പോൾ ഇത്രയും ആളുകൾ നാളെ, അത്രയും ആളുകളുടെ 10,000 ആളുകൾ കൂടി ഇവിടെ വരാൻ പോവുകയാണ്. ഇപ്പം തന്നെ ഈ വലിയ ജനസഞ്ചയത്തിലേക്ക് അത്രയും ആളുകൾ കൂടി വരുമ്പോൾ അത് ഗിന്നസിൻ്റെ ആളുകൾ വന്ന് വേണം അതിന് വിധി എഴുതാനും. അവരാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് പണച്ചെലവുള്ള കാര്യമാണ് എന്ന് മാത്രമല്ല, ഇത്രയും പേര് ചെണ്ടയായിട്ട് വരുന്നു, അവർക്കെല്ലാം ഭക്ഷണം കൊടുക്കണം. അല്ലെ മോഹിനിയാട്ടത്തിന് വരുന്നു, അവർക്കെല്ലാം ഈ വസ്ത്രങ്ങൾ, മോഹിനിയാട്ടത്തിനുള്ള വസ്ത്രങ്ങൾ ലക്ഷ്മി സിൽക്സ് ആണ് കൊടുത്തത്. ഏതാണ്ട് 70-75 ലക്ഷം രൂപയായി എന്നാണ് പിന്നെ പ്രസിഡന്റ് സജിമോൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നാനാഭാഗത്തു നിന്നുള്ള സഹായങ്ങളുണ്ട്. എങ്കിൽ കൂടി പരിപാടി ലാഭകരമായിട്ടല്ല പോകുന്നത്. ഇപ്പോൾ കമ്പനി നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നഷ്ടം നികത്താനായിട്ടൊരു റാഫിൾ നടത്തുന്നതാണ് പറഞ്ഞത്. ഒരു ടെസ്ല കാറാണ് 1ാം സമ്മാനം. അത് ഇപ്പം പിന്നെ ഫ്രണ്ടിൽ വന്ന് കാണുമായിരിക്കും. അപ്പോൾ എല്ലാവരും ആ റാഫിൾ ടിക്കറ്റ് എടുക്കണം. അത് എല്ലാവരും എടുത്തു കഴിഞ്ഞാൽ തന്നെ, ഈ പങ്കെടുക്കുന്ന എല്ലാവരും എടുത്തു കഴിഞ്ഞാൽ തന്നെ പിന്നെ ഈ ബാധ്യത നല്ലൊരു പങ്ക് ഒഴിവായി പോകും. തീർച്ചയായിട്ടും ഭാരവാഹികളെ സഹായിക്കാൻ നമുക്കും ഒരു ബാധ്യതയുണ്ട്. ഇവർ ചെയ്യുന്ന പുതുമയുള്ള കാര്യങ്ങളും നല്ല കാര്യങ്ങളും അവയെ അംഗീകരിക്കാനും അവയെ അപ്രീസിയേറ്റ് ചെയ്യാനും നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താണ്? നമ്മുടെ സംഘടന, നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ ആളുകൾ, അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ആ റാഫിൾ ടിക്കറ്റ് എടുത്ത് ഈ പരിപാടി കൂടുതൽ വിജയകരമാക്കുക. ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേതാക്കന്മാർ കടവും ബുദ്ധിമുട്ടുമൊക്കെ ആയിട്ട് മടങ്ങാൻ ഇടവരരുത്. മുൻകാലങ്ങളിലൊക്കെ അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയ്ക്കൊരു മാറ്റം വരണം.